കറി വെക്കാൻ തരും നോക്കാം. ഈ കറി നമ്മൾ തീയൽ പോലെ വെക്കാം. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങയ്ക്ക് വറുത്തരച്ച് ചേർത്തിട്ടാണ് ഈ കറി വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ ക്രാബ് രണ്ട് തരത്തിലെ കറി വെക്കുക. ഒന്നില്ലെങ്കിൽ ക്രാബ് ഒലത്തിയെടുക്കും, അല്ലെങ്കിൽ ക്രാബ് തീയൽ പോലെ വെക്കും. ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രാബ് ഒലത്തിയെടുക്കുന്നത് എങ്ങനെയാണ്. അതിനകത്ത് കാണിച്ചിട്ട് ക്രാബ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 12 ക്രാബ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി എടുത്തിട്ടുണ്ട്. അതൊന്നല്ലെങ്കിൽ മല്ലി എടുക്കുക, അല്ലെങ്കിൽ മല്ലിയുടെ പൊടി എടുക്കുക. ഞാനിവിടെ മല്ലീനെ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് മല്ലിയുടെ പൊടി എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഉണക്കമുളക് വേണം. ഈ ഉണക്കമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ചുവന്നുള്ളി, ഞാനിവിടെ 2 ചോള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പകുതി നമുക്ക് തേങ്ങ വറുത്തെടുക്കുമ്പോൾ വേണം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി ഈ കറിയിലേക്ക് നമ്മൾ സവോളയ്ക്ക് വഴറ്റിയിട്ട് ചേർക്കാം. അപ്പോൾ സവോള വഴറ്റിയെടുക്കുമ്പോൾ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. തീയിലായിട്ട് വെക്കുന്നവർ ഇത് മിക്ക കറികളിലേക്ക് നമ്മൾ ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ചേർക്കില്ല. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയെ ചേർക്കുന്നത്. ഞാനിവിടെ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കറിയിലേക്ക് ആദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ കറിയിലേക്ക് അധികം പുളി ആവശ്യമില്ല. കറിയിൽ പുളി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രാബിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും എടുത്തറിയില്ല. അപ്പോൾ ആദ്യം കുറച്ച് വാളംപുളി ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. നമുക്ക് നോക്കാം അതിന് കറിയാക്കാന്ന്. ഇനി നമുക്ക് ക്രാബ് കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങ വറുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചേർക്കാം. മല്ലി ചേർക്കാം, ഉണക്കമുളക് ചേർക്കാം. ഈ മല്ലിയും ഉണക്കമുളകും നമ്മൾ പൊടിയായിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ഒപ്പം ചേർക്കരുത്. തേങ്ങ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ആ മല്ലിയുടെയും മുളകിൻ്റെയും പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം. ഈ തേങ്ങ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഈ തേങ്ങ നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് തേങ്ങ നമ്മൾ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് തേങ്ങ നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് പുക കയറും. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു ചെറുതായിട്ട് കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ മൊരിച്ചെടുക്കുക. ഈ തേങ്ങ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ തേങ്ങ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് പകുതി മഞ്ഞൾപ്പൊടി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് സവോള വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു കറുത്ത കളർ കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ തേങ്ങ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇടാം. ഇപ്പോൾ തേങ്ങ വറുത്തരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാബ് കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് സവോളയ്ക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കറി വയ്ക്കുമ്പോൾ ഈ കറിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കണം മുളക്, കാശ്മീരി മുളക് ചേർക്കാം. ഈ കാശ്മീരി മുളകിനെ നമ്മുടെ നാട്ടിൽ പിരിയൻ മുളക് എന്നും പറയും. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ സവോള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഈ
ഈ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഈ ക്രാബ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വാളംപുളി ചേർക്കാം. കുറച്ച് വാളംപുളി നമുക്ക് ഇപ്പോൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഒന്ന് തിളച്ചത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ഇതിൻ്റെ പകുതി ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഞണ്ട് ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് കറി നമുക്ക് വേവിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് നോക്കാം. ഇട്ട് പുളി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വാളംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇട്ട് കറിയുടെ ഉപ്പും പുളിയും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ ക്രാബ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. ഈ ക്രാബ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് മൂടി വയ്ക്കാം. ഈ ക്രാബൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ആ കറി നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കറി വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമ്മുടെ ക്രാബ് കറി റെഡി ആയിട്ടുണ്ട്.